സോണ്ട് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ബിഗ് മോമിന്റെ കപ്പൽ കാണിക്കും. കിങ് അടിച്ച അടിയിൽ കപ്പലിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് അത് വന്നതുപോലെ തിരികെ താഴേക്ക് വീണിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ബിഗ് മോമിനെ കാണിക്കും. അവളുടെ തൊട്ട് മുൻപിൽ സാക്ഷാൽ ലൂഫി. അവന്റെ കയ്യിലാണെങ്കിൽ വലിയൊരു ചെയിൻ ഉണ്ട്. ബിഗ് മോം ആണെങ്കിൽ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിൽ ലൂഫിയോട് ചോദിക്കും ലൈഫ് ഓർ ഡെത്ത്. അതിന് ലൂഫി അവൻ സെക്കൻഡുകൾ കൊണ്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ചെയിൻ അതങ്ങനെ പൊട്ടിച്ച് തകർത്ത് രണ്ട് കൈയും ഊതി വീർപ്പിച്ച് ഒരു ജൈന്റ് അറ്റാക്ക് നടത്താൻ അവൾക്ക് നേരെ പാഞ്ഞടുക്കും. ലൂഫി അങ്ങനെ ക്ലോസ് തന്നെ താമസം. അവളാണെങ്കിൽ ഞൊട്ടിയടയില് അവളുടെ പവർ ഉപയോഗിച്ച് ലൂഫിയുടെ ലൈഫ് മുഴുവനായിട്ടും അബ്സോർബ് ചെയ്തെടുക്കും. അവൾ അവന്റെ ലൈഫ് അത് മുഴുവനായിട്ടും എടുക്കേണ്ട താമസം ലൂഫി അങ്ങനെ മരിച്ച് താഴേക്ക് പോവാണ്. അത് കണ്ട നമ്മുടെ ബിഗ് മോം അവൾ വലിയെന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ അങ്ങനെ നിൽക്കും. കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ബിഗ് മോമിനെ കാണിക്കുകയാണ്. ആക്ച്വലി ഇതെല്ലാം തന്നെ നമ്മുടെ ബിഗ് മോമിന്റെ വെറും സ്വപ്നം മാത്രമാണ്. കിങ്ങിന്റെ അടിയിൽ അവൾ കൺട്രോൾ പോയി ഇപ്പോ ആ കടലിന്റെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോമിനാണെങ്കിൽ ഇപ്പൊ ബോധമില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഒറോച്ചി കാസ്റ്റിൽ കാണിക്കും. അവിടെയാണെങ്കിൽ എല്ലാവരും വിശ്വസുന്ദരിയുടെ മ്യൂസിക് അങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അവൾക്ക് സൗന്ദര്യം മാത്രമല്ല, ഇതുപോലെ നല്ല മ്യൂസിക്കും സംഗീതവും ഡാൻസും ഒക്കെ തന്നെ അവൾക്ക് വഴങ്ങും. പക്ഷെ എന്താ, അവൾ മ്യൂസിക് വായിക്കുമ്പോൾ മാത്രം എപ്പോഴും ഇതുപോലൊരു മാസ്ക് ധരിച്ചിരിക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ സൂം ഔട്ട് ചെയ്ത് നമ്മുടെ റോബിനെ കാണിക്കുകയാണ്. റോബിനാണെങ്കിൽ ആ നിഞ്ചകളുടെ നടുവിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കും. ആ നിഞ്ച ക്യാപ്റ്റൻ അവനാണെങ്കിൽ റോബിന്റെ അടുത്തേക്ക് വന്ന് പറയും, സത്യം പറയും, നീ എന്തിനാ ഇവിടേക്ക് വന്നേ? സത്യം പറഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ പണിഷ്മെന്റ് ആയിരിക്കും. നിനക്ക് നിന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. ഉടനെ റോബിനാണെങ്കിൽ ഇപ്പോൾ ഒരു ഫേക്ക് നെയിം പറയും. അതിനുശേഷം ഞാൻ ഫ്ലവർ ഫീൽഡിൽ നിന്ന് വരുന്നവളാണ്, എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പണങ്ങളെക്കുറിച്ചുള്ള റിസർച്ചാണ് ജോലിയെന്ന് ഇപ്പോൾ അവരോട് പറയും. ആ നിഞ്ച ഹെഡിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് കള്ളം പറയാണെന്ന്. ഓ, നീ നല്ല സ്മാർട്ടാണല്ലോ, ഇത്തരത്തിലൊരു കള്ളം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാമെന്ന് കരുതിയോ? റോബിനാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ആ നിഞ്ചാസ് എല്ലാം തന്നെ അവളെ പിടിക്കാനായിട്ട് അടുത്തേക്ക് വരും. റോബിനാണെങ്കിൽ എടുത്തു ചാടി അവിടുന്ന് കറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ അവളുടെ ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ ആ നിഞ്ചാസ് തിരിച്ചറിയും റോബിനൊരു സാധാരണ കള്ളിയോ ഒരു സാധാരണക്കാരിയോ അല്ല എന്ന്. അവരാണെങ്കിൽ ഞൊട്ടിയടയിൽ റോബിനെ പിടിച്ചു വലിച്ച് ചെയിൻ ഉപയോഗിച്ച് അങ്ങനെ ലോക്ക് ചെയ്യാണ്. അതിനുശേഷം ഒരുപാട് ഷുരീങ്കൻസ് അവളുടെ ദേഹത്തേക്ക് കുത്തി അങ്ങോട്ട് കയറ്റും. റോബിനാണെങ്കിൽ വേദന എടുത്ത് അങ്ങനെ പൊളയാണ്. അതേസമയം ആ ബീച്ച് സൈഡ് കാണിക്കും. അവിടെ നമ്മുടെ വയലറ്റും ചോപ്പറും അവർ രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഫൈറ്റൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് മൊമൻറ്റോസ്കി അവനാണെങ്കിൽ മണിക്കൂറുകളായിട്ട് സ്റ്റിക്ക് ഉപയോഗിച്ച് ട്രെയിനിങ് എടുക്കും. ഇതെല്ലാം കണ്ട സാമുറായി പെണ്ണാണെങ്കിൽ അതൊക്കെ നോക്കി ചിരിച്ച് ഒരു ഭാഗത്തിരിക്കും. അരച്ചു പെണ്ണിനാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കുറിച്ച് ഓർത്ത് ഒരുപാട് പേടിയും വിഷമവും ടെൻഷനും ഒക്കെ തോന്നും. അതിന് ചോപ്പർ ക്യാഷ്വലായിട്ട് പറയും, ഓ നോ, നീ വെറുതെ ആവശ്യമില്ലാതെ ലൂഫിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അവൻ ഭയങ്കര പവർഫുൾ ആണ്, ഞങ്ങളുടെ ടീം ഹെഡാണ്, അവൻ ഈസി ആയിട്ട് തിരികെ വരും. നമുക്കിപ്പോൾ ട്രെയിനിങ് എടുക്കണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഒരു മുളയിലൂടെ മുകളിലേക്ക് കയറും. അപ്പോഴായിരിക്കും ഇരത്തായിട്ട് കടലിന്റെ ഓരത്ത് എന്തോ ഒന്ന് കിടക്കുന്നതായിട്ട് അവന്റെ ശ്രദ്ധയിൽ പെടുക. അവനാണെങ്കിൽ സൂം ചെയ്ത് ആ രൂപത്തെ നോക്കും. അതൊരു ജൈന്റ് മല പോലെ ആ കടലിനോട് ചേർന്ന് കിടക്കുകയാണ്. എന്റെ സുത്തു കൂട്ടുകാർക്ക് അതാരാണെന്ന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ റോബിൻ അവൾ ചോര തുളുമ്പി അങ്ങനെ താഴേക്ക് വീഴും. പക്ഷെ അടുത്ത നിമിഷം അവൾ ചിരിക്കുകയാണ്. കാരണം അവിടേക്ക് വന്നത് ഒറിജിനൽ റോബിൻ അല്ല, അവൾ അവളുടെ പവർ ഉപയോഗിച്ചാണ് അവിടേക്ക് എത്തിയത്. റോബിനാണെങ്കിൽ അവളുടെ ഷാഡോ ക്ലൗൺ ടെക്നിക്ക് അതുപയോഗിച്ചാണ് അവിടേക്ക് എത്തിയത്. അവൾ ഞൊട്ടിയടയിൽ ഇൻവിസിബിളായി അവിടുന്ന് പുറത്തേക്ക് ഓടും. റോബിന് അവളുടെ പേടി അതങ്ങനെ കൂടിക്കൂടി വരികയാണ്. കാരണം അവൾ ആരാണെന്നുള്ള സത്യം അതവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അവൾക്ക് അവർ ഒറോച്ചി കാസ്റ്റിൽ ഒരുപാട് നേരം തുടരാനായിട്ട് കഴിയില്ല. അവൾ ഈ കാര്യം ഇപ്പൊ ബ്രൂക്കിനെ കോണ്ടാക്ട് ചെയ്ത് അവനോട് പറയും. അതിനുശേഷം നാമിയെയും ഉണ്ടപ്പണിനെ കോണ്ടാക്ട് ചെയ്തും അവൾ കാര്യം പറയും. പിന്നീട് നൈസായിട്ട് അവിടെ കുടിച്ച് ബോധം കെട്ട് കിടക്കുന്ന ഒരാളെ താങ്ങിയെടുത്ത് അവള് ആ ഒറോച്ചി ഫംഗ്ഷൻ അത് നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ വരികയാണ്. കാരണം അവൾക്ക് നല്ല ഉറപ്പുണ്ട് ഒരിക്കലും ആ നിഞ്ചാസ് അവിടെ വന്ന് ബഹളം വെക്കാനോ ഫൈറ്റ് ചെയ്യാനോ നിൽക്കില്ല. കാരണം ആ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒറോച്ചി അവനവന്റെ തനി നിറം പുറത്ത് കാണിക്കും. സോ റോബിനാണെങ്കിൽ നൈസായിട്ട് ഇപ്പൊ ആ പാർട്ടിയിൽ തന്നെ എൻജോയ് ചെയ്ത് അവിടെ മറഞ്ഞു നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ചോപ്പറും ടീമും അവരാണെങ്കിൽ ആ കടൽക്കരയിലേക്ക് അടിഞ്ഞു കിടക്കുന്ന ആളുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. അതാരാണെന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ ചോപ്പർ അവനാണെങ്കിൽ ഉച്ചത്തില് നിലവിളിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ റോബിനെ കാണിക്കും. റോബിനാണെങ്കിൽ ഒറോച്ചിയുടെ അടുത്തേക്ക് വന്ന് കൊഞ്ചി കുറുവി അവനോട് സംസാരിച്ച് ഇപ്പൊ അവന് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒറോച്ചിക്കാണെങ്കിൽ റോബിനെ ഒരുപാട് ഇഷ്ടാവും. റോബിന്റെ സംസാരത്തിൽ മയങ്ങി ഒറോച്ചി ആണെങ്കിൽ അങ്ങനെ നിൽക്കുകയാണ്. അവളുടെ കൈ പിടിച്ച് ഒറോച്ചി റോബിനോട് പറയും, യു ആർ
അൺബിലീവബിൾ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. ഇന്ന് മുഴുവൻ എനിക്ക് ആവശ്യമായിട്ടുള്ള ഡ്രിങ്ക്സും ഫുഡും ഒക്കെ നിന്റെ ഈ പൂ പോലുള്ള കൈകൾ കൊണ്ട് തന്നെ എനിക്ക് നീ സെർവ് ചെയ്ത് തരണം. റോബിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവളുടെ പ്ലാൻ അത് പതിയെ പതിയെ സക്സസ് ആവുകയാണ്. അവളാണെങ്കിൽ വീണ്ടും അവനോട് നല്ല സ്നേഹത്തിൽ സംസാരിച്ച് ഇപ്പൊ നടക്കാൻ പോകുന്ന ആ ഫയർ ഫെസ്റ്റിവലിനെ കുറിച്ച് അവനോട് ചോദിക്കുകയാണ്. അതിനവനാണെങ്കിൽ രണ്ടാമൊന്നും ചിന്തിക്കാതെ എല്ലാ ഡീറ്റെയിലും അവൾക്ക് പറഞ്ഞു കൊടുക്കും. കിൻഡത്തിലെയും ആനിമൽ കിൻഡത്തിലെയും പൈററ്റ്സും വലിയ വലിയ ഒഫീഷ്യൽസും അങ്ങനെ എല്ലാവരും ഈ ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ഇവിടേക്ക് എത്തും. റോബിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവളാണെങ്കിൽ വീണ്ടും അവന്റെ അടുത്തേക്ക് വന്ന് കാലുകൊണ്ട് കളമൊക്കെ വരച്ച് അവനോട് ചോദിക്കും, അങ്ങേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നീയും കൂടെ ആ ഒരു ഫെസ്റ്റിവൽ കാണാൻ കൊണ്ടുപോകുമോ? അങ്ങേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. എനിക്ക് വലിയ ആഗ്രഹമാണ് അത്രയും വലിയ ഒഫീഷ്യൽസിനെ ഒക്കെ കാണണമെന്ന്. മാത്രമല്ല അങ്ങയുടെ കൂടെ ഇരുന്ന് എനിക്ക് അങ്ങയെ പരിചരിക്കണം. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഒറോച്ചിക്ക് ഭയങ്കര ഒറോച്ചിയാണെങ്കിൽ ഇപ്പൊ റോബിന് വാക്ക് കൊടുക്കും, തീർച്ചയായിട്ടും നിന്നെയും ഞാൻ അവിടേക്ക് കൊണ്ടുപോകും. അത് കേട്ട് റോബിനാണെങ്കിൽ ലജ്ജയാൽ അവളുടെ മുഖം അങ്ങനെ മറയ്ക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ബ്രൂക്കിന്റെ സോള് അവനാണെങ്കിൽ റോബിനെ രക്ഷിക്കാനായിട്ട് ആ ഒറോച്ചി കാസ്റ്റിൽ അങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. റോബിൻ റോബിൻ എന്ന് വിളിച്ചു കോവിക്കൊണ്ട് അവൻ അതുവഴി അങ്ങനെ നടന്നു വരും. അതേസമയം മറ്റൊരു സൈഡിൽ ആ നിഞ്ചാസ് അവരാണെങ്കിൽ റോബിനെ കണ്ടുപിടിക്കാനായിട്ട് ആ കാസ്റ്റിലെ മുക്കിലും മൂലയിലും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത നിമിഷം ബ്രൂക്കിന്റെ സോള് കണ്ട് കുട്ടികൾ പേടിച്ചു വിറച്ച് 100-110 തിരിഞ്ഞോടും. അതേസമയം മറ്റൊരു ഭാഗത്ത് വേറൊരു നിഞ്ച അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലോറിലൂടെ നടന്നു പോകുമ്പോഴായിരിക്കും എന്തോ ഒരു ശബ്ദം മുകളിൽ നിന്ന് കേൾക്കുക. മുകളിൽ മറ്റാരുമല്ല, സാക്ഷാൽ നാമിയും ഉണ്ടപ്പെണ്ണും. അവനാണെങ്കിൽ അവരുണ്ടാക്കുന്ന ചെറിയ ശബ്ദം അത് സെൻസ് ചെയ്ത് സ്ക്വാഡ് എടുത്ത് മുകളിൽ ആഞ്ഞു വെട്ടും. നമ്മുടെ പെൺകുട്ടികളാണെങ്കിൽ അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവന്റെ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയാണ്. ഇവിടെ റോബിൻ അവൾ വീണ്ടും വീണ്ടും ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ചു കൊടുത്ത് ആ ഫയർ ഫെസ്റ്റിവലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ആ വിശ്വസുന്ദരി പെണ്ണ് അവളാണെങ്കിൽ ഇപ്പോൾ ഒറോച്ചിയുടെ അടുത്തേക്ക് വരികയാണ്. മാസ്റ്റർ, നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഞാൻ ഇവിടേക്ക് വന്നിട്ട് എന്നോട് ഒന്ന് സ്നേഹത്തോട് സംസാരിച്ചു പോലുമില്ല. അത് കേട്ട് ഒറോച്ചിയാണെങ്കിൽ ഭയങ്കര ഫീലായി. ഓ നോ, ഞാൻ ഇത്രയും നേരവും നിന്നെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. നിന്റെ പാട്ടും മ്യൂസിക്കും സൗന്ദര്യവും അതൊക്കെ ഞാൻ ശരിക്കും ആസ്വദിച്ചു എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ അവളുമായിട്ട് സംസാരിച്ചിരിക്കും. അപ്പോ ആ റൂഫിന്റെ മുകളിൽ ഒരു ചെറിയ നിഞ്ച അവനാണെങ്കിൽ റോബിനെ അന്വേഷിച്ച് അങ്ങനെ കടന്നു വരികയാണ്. റോബിൻ ആ കാഴ്ച കണ്ട് ഒരു മാസ്ക് എടുത്ത് അവളുടെ മുഖം മറച്ചങ്ങനെ ഇരിക്കുകയാണ്. അവനാണെങ്കിൽ അവളെ ശ്രദ്ധിക്കാതെ കടന്നു പോവും. ഒരു ഭാഗത്ത് യോഷിറോയും അവന്റെ സോൾജിയേഴ്സും അവരാണെങ്കിൽ ഒസക്കി ക്ലാനിലുള്ളവര് അവർ പ്രേതമായി മാറിയ സ്റ്റോറി അതങ്ങനെ പരസ്പരം ഡിസ്കസ് ചെയ്ത് ചിരിക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കടൽക്കര കാണിക്കും. ചോപ്പർ ആണെങ്കിൽ കടൽക്കരയിൽ വന്ന് അടിഞ്ഞ ആളെ കണ്ട് അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ബിഗ് മോം. വയലറ്റ് പെണ്ണാണെങ്കിൽ ഇപ്പൊ ബിഗ് മോമിനെ എഴുന്നേൽപ്പിക്കാനായി അവളുടെ അടുത്തേക്ക് വരും. അത് കണ്ട ചോപ്പർ, അയ്യോ വേണ്ട വേണ്ട, അവൾ ഒരു കാരണവശാലും എഴുന്നേൽപ്പിക്കാനായിട്ട് പാടില്ല. ഇവള് വലിയൊരു ബോംബാണ്. ഇവളുടെ കയ്യിൽ നമ്മൾ പെട്ടുപോയാൽ തീർച്ചയായിട്ടും നമ്മളെ കൊന്നു തള്ളും. ഒന്നും നോക്കാനില്ല, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് ഓടിപ്പോണെന്ന് പറഞ്ഞ് മൊമന്റോസ്കിയും ചോപ്പറും അവർ രണ്ടുപേരും ഉഷാറായിട്ട് ഓടും. അടുത്ത നിമിഷം ബിഗ് മോം ആണെങ്കിൽ ഇപ്പൊ പതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കും. ഞാൻ എവിടെയാ, എനിക്ക് എന്താ സംഭവിച്ചേ, സത്യത്തിൽ ഞാൻ ആരാണെന്ന് ചോദിക്കും. അത് കേട്ട് നമ്മുടെ ചോപ്പർ ഷോക്കാവും. പഴയ കാര്യങ്ങളെല്ലാം മറന്നൊന്ന് മനസ്സിലാക്കിയ ചോപ്പർ ആണെങ്കിൽ ബിഗ് മോമിനെ തിരിഞ്ഞു നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.